ജിതേഷിൻ്റെ അക്കങ്ങളെല്ലാം തുടങ്ങുന്ന കവിത അത് വളരെ ഇഷ്ടമായി. എന്ന് വെച്ചാൽ 4-5 വരിയേ ഉള്ളെങ്കിലും അതിൻ്റെ അകത്ത് എല്ലാം സമൂഹത്തിലുള്ള എല്ലാത്തിനെ കുറിച്ചിട്ടും ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, ആ നടക്കുന്നതിനെ കുറിച്ചോ അത് ഇഷ്ടമായിട്ടോ. പിന്നെ റീനേച്ചിൻ്റെ ഇത് ഞാൻ മുന്നേ വായിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കവിതയാണ് റീനേച്ചി എഴുതിയതിൽ. എന്നുവെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയാൻ കാണിക്കുന്ന ഒരു എഴുത്തുകാർ എന്ന നിലയിൽ, എഴുത്താളർ എന്ന നിലയിൽ വിളിച്ചു പറയാൻ കാണിക്കുന്ന ധൈര്യമാണ്. അത് ഏറ്റവും നന്നായിട്ട് സമൂഹ യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളറയിലേക്ക് പിന്നെ ഇറങ്ങി ചെന്നിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മളെ ആത്മാവിനോടുള്ള ആത്മസംവേദന ആയിട്ട് വേണമെങ്കിലും ആ വരികളെ നമുക്ക് എടുക്കാം. ഏറ്റവും മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നിഷേച്ചിൻ്റെ പേരില്ലാത്തവർ, അതിൻ്റെ അകത്ത് ഇഷ്ടമായത് മാത്രമല്ല വളരെ ഒരു വേദന തോന്നും. എന്താ വെച്ചാൽ ഇപ്പം നാട്ടിൽ നടക്കുന്ന ലൈംഗികമായ സാമൂഹ്യമായ അതിക്രമങ്ങളാൽ പേരും ബാല്യവും കവർന്നെടുക്കപ്പെട്ടു പോയ കുറേ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരും ഉണ്ടല്ലോ. അതിജീവിത അല്ലെങ്കിൽ എര എന്ന് പേരിട്ട് വിളിക്കുന്ന ഒട്ടനേകം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അത് ആ വരികളിൽ തോന്നി. അപ്പോൾ അതിഷ്ടമായി. അടുത്തത് ശ്രുതി. പിന്നെ ശ്രുതിൻ്റെ കവിതയിൽ സൂക്ഷ്മമായിട്ട് ലളിതമായിട്ടാണ് പറയുന്നതെങ്കിലും അതിൻ്റെ അകത്ത് ജീവിതമുണ്ട്, പ്രതിരോധമുണ്ട്, വേദനയുണ്ട്. അത് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, ഒരു കവിതയ്ക്കുള്ളിൽ എക്സിക്യൂട്ടീവ് ചെയ്യാൻ ശ്രുതിക്ക് സാധിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. രമന പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ആമുഖമൊന്നും പറഞ്ഞില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 നമ്മുടെ ഭാവനയുടെ അതിന് 19 കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡായി. 2017 എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി വന്ന് ചേർന്നു. അപ്പോൾ അതിനെ കൊണ്ടുവന്നത് അതിൻ്റെ വല്യുപ്പയും നിർഭയെന്ന് ഒരു മാമുമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു 2017 ഏതായാലും ഈ ഭാവനയുടെ കേസ് ഉണ്ടാവുന്നതിന് മുൻപാണിത്. അപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടിയുടെ പേര് ആരോടും പറയരുത് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ വിളിക്കുക? നിർഭയ എന്നാണ് അറിയപ്പെടുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവൾ 3 ദിവസമേ എൻ്റെ ക്ലാസ്സിൽ നിന്നുള്ളൂ. അവളുടെ ഏറ്റവും വലിയ വേദന അവളുടെ പേര് വിളിക്കുന്നില്ല എന്നുള്ള. രജിസ്റ്ററിൽ പേരെഴുതരുത്, അവളുടെ പേര് ആരോടും പറയാനും പാടില്ല. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അവൾ പൊട്ടിക്കരഞ്ഞു. അവളെ കുട്ടികൾ കളിക്കാൻ കൂട്ടുമല്ലോ. എനിക്ക് കുട്ടികളോട് പേരറിയാൻ വയ്യ, എനിക്കിപ്പോഴും പേരറിയില്ല. അപ്പം അന്ന് എഴുതിയ, എനിക്ക് തോന്നി 2018 കണ്ട് ഞാൻ എഴുതിയ കവിതയാണിത്. പിന്നെയാണ് ഈ കേസൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് വന്നത്. പിന്നെ എനിക്ക് തോന്നി അതിജീവിത എന്നുള്ള ആർക്കും പേരുകളില്ലല്ലോ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ വിഷയം വളരെ ഗൗരവമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം കൂടിയാണ്. കാരണം ഈ ദിലീപിൻ്റെ കേസിൽ അതിൽ പെട്ടിട്ടുള്ള ആൾ ഭാവനയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെ പേര് പറയുന്നില്ല. എല്ലാം ഈ ലോകത്തെ മുഴുവൻ ആൾക്കാർക്കും അറിയാം, ഈ പേരറിയാം. ഈ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരവസ്ഥ ഉണ്ടല്ലോ, ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയ ആ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞില്ലേ. ഇപ്പം 3 ദിവസമേ ആ ക്ലാസ്സിലിരുന്നുള്ളൂ എങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മറ്റു കൂട്ടുകാരികൾ എന്ത് വിളിക്കും? ഒരു കുട്ടിയുടെ അസ്തിത്വത്തെ, അതിന് ഐഡൻറ്റിറ്റി, അതിൻ്റെ സ്വത്വത്തെ തന്നെ തേച്ച് മാച്ച് കളയുന്ന ഒരു സംഭവമാണ്. ഭാവന അതിജീവിച്ചു പോന്നു. അത് ആ ഭാവനയുടെ കരുത്താണ്. ആ കരുത്ത് തെളിയിക്കാൻ ആ പേര് പറഞ്ഞാൽ എന്താ തടസ്സം വരുന്നു? അപ്പോൾ പേരിൽ നിന്നുകൊണ്ട് തന്നെ കരുത്ത് തെളിയിക്കാനുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവണം. ആ നിലയ്ക്ക് ആ കവിതയുടെ തലം മാറുന്നുണ്ട്. അടുത്ത